ഇന്ന് നമ്മളൊരു ട്രഡീഷണൽ രീതിയിലാണ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പാലക്കാട്ടുകാരുടെ സ്വന്തം റെസിപ്പിയാണത്. ഒരു ബ്രാഹ്മണ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വേപ്പിലക്കട്ടി എന്ന് പറയും. വേപ്പിലക്കട്ടി പലതരത്തിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് പാലക്കാടിൻ്റെ തനതായ രീതിയിൽ ചെയ്യുമ്പോൾ അതിന് വേണ്ടത് ഒരല്പം കറിവേപ്പില, പിന്നെ വടുകപ്പുളി നാരകത്തിൻ്റെ ഇലയാണ് വേണ്ടത്. സാധാരണ വടുകപ്പുളി നാരകത്തിൻ്റെ ഇലയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നാരകത്തിൻ്റെ ഇല എടുക്കുന്നതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് കറിവേപ്പില എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് കായം, അതുപോലെ ചുവന്ന മുളക്, പുളി. ഇതിൽ മുളകും പുളിയും ആണ് മുന്തി നിൽക്കേണ്ടത്. അതായത് നല്ല എരിവും നല്ല പുളി, ഈ നാരകത്തിൻ്റെ ഇലയുടെ ഒരു കയ്പും, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാമല്ലോ. ഓക്കെ. വേപ്പിലക്കട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നാരകത്തിൻ്റെ ഇലയാണ്. അപ്പോൾ ആ നാരകത്തിൻ്റെ ഇല നമ്മൾ അതിൻ്റെ നടുക്ക് വരുന്ന നാര് കളഞ്ഞ് ഇല മാത്രമായിട്ട് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ ആ നാര്. ഇനി അതിൽ ഇടയ്ക്കുള്ള വലിയ നാരുകളുണ്ടെങ്കിൽ അതും കൂടെ കളഞ്ഞിട്ട് എടുക്കുക. എന്നാലാണ് നമുക്കത് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കഴിക്കാനും. അല്ലെങ്കിൽ നാരായിരിക്കും കൂടുതൽ, അപ്പോൾ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നന്നായിട്ട് പൊടിയാൻ പാകത്തിന് വറുത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന പാകത്തിനായി കഴിഞ്ഞ് നമുക്കത് വാങ്ങാം. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. നാരകത്തിൻ്റെ ഇല എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കാൽ ഭാഗമാണ് കറിവേപ്പില എടുക്കേണ്ടത്. അപ്പോൾ ആ കറിവേപ്പിലയും അതുപോലെ തന്നെ പൊടിഞ്ഞു വരുന്ന പാകത്തിന് വറുത്തെടുക്കണം. അതും നന്നായിട്ട് തന്നെ നാരകത്തിൻ്റെ ഇലയുടെ പോലെ തന്നെ നമുക്ക് കൈ കൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു കിട്ടണം. അപ്പോൾ അതും കൂടെ വറുത്ത് മാറ്റി വയ്ക്കുക. നാരകത്തിൻ്റെ ഇലയുടെ കൂടെ തന്നെ മാറ്റി വയ്ക്കുക. പിന്നെ നല്ല എരിവുള്ള മുളക്, ആ പൊടിക്ക് ആവശ്യത്തിനായിട്ടുള്ള മുളക്, ഞാനിവിടെ ഒരു 10-12 മുളക് എടുത്തിട്ടുണ്ട്. അതൊരല്പം നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇതെന്താ വെച്ചാൽ പൊടിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലെണ്ണയുടെ ഒരു സ്വാദും കൂടെ അതിൽ വരണം. അപ്പോഴാണ് നമുക്കത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു ചെറിയ പീസ് കായം, ഞാനൊരു 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കായത്തിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പൊടി ചേർക്കരുത്, ഇങ്ങനെ കഷ്ണം തന്നെ ചേർക്കണം. പിന്നെ പുളി, ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ പുളിയുടെ നനവും എണ്ണമയവും കൂടെ ചേർന്നിട്ട് ഈ പൊടികൾ നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ പൊടിച്ച് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് നമ്മൾ തൈരും ചോറും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ, അതുപോലെ തൈര് സാദം അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കൂടെ കഴിക്കും, കഞ്ഞിയുടെ കൂടെ ഒക്കെ ദഹനത്തിന് വളരെ നല്ലതാണ് നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിലയൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഓക്കെ.